സുഭാഷ് ചന്ദ്രബോസിന്റെ മരണദിവസം പറഞ്ഞാൽ ആർക്കാണ് വേദനയുണ്ടാകുന്നത്? അങ്ങനെ ഒരു തീയതി പറഞ്ഞതിനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത് കൊൽക്കത്തയിലെ ഭവാനിപ്പൂർ പോലീസ്. 1945 ഓഗസ്റ്റ് 18 സുഭാഷ് ചന്ദ്രബോസ് വിടവാങ്ങിയെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചതിനാണ് നടപടി. മരണദിനം ഓർമ്മിപ്പിച്ചത് വിശ്വാസത്തെ ബാധിച്ചുവെന്നാണ് പരാതി. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണം എങ്ങനെയാണ് വിശ്വാസ പ്രശ്നമാകുന്നത്? ഒരു തലമുറ മുൻപ് മാത്രം ജീവിച്ചയാളെക്കുറിച്ച് പറയുന്നത് മതവിശ്വാസത്തെ ഏതു രീതിയിലാണ് ബാധിക്കുന്നത്? സത്യം പറയട്ടെ ആരംഭിക്കുന്നു. എങ്ങനെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വേർപാട്? 1897 ജനുവരി 23 ജനിച്ച ഒരാൾ കാണാതായത് 48-ാം വയസ്സിൽ 1945 ഓഗസ്റ്റ് 18 ജനിച്ച് 128 വർഷം കഴിഞ്ഞ ഒരാൾ മരിച്ചുവെന്ന് പറയാൻ പാടില്ല എന്നാണ് ആ കേസിന്റെ ആകെത്തുക. നേതാജി ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നവരുടെ വിശ്വാസം വ്രണപ്പെടുത്തിയെന്നാണ് പോലീസ് എടുത്ത എഫ്ഐആർ. വിശ്വാസം വ്രണപ്പെടാൻ ഇങ്ങനെ എത്രയെത്ര കാരണങ്ങളാണ് ഇന്ത്യയിൽ. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ആ ലോക്സഭയുടെ മേശപ്പുറത്ത് 2024 സെപ്റ്റംബർ 4 ഒരു രേഖ വെച്ചു. ജസ്റ്റിസ് GD ഖോസ്ല അധ്യക്ഷനായി 1970 നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ടാണ് അരനൂറ്റാണ്ടിന് ശേഷം ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. സുഭാഷ് ചന്ദ്രബോസിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തുകയായിരുന്നു കമ്മീഷന്റെ ലക്ഷ്യം. 4 വർഷം നീണ്ട തെളിവെടുപ്പിന് ശേഷം അവസാന ദിവസങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസിന് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും സമയഗണന വെച്ച് പറയുന്നതായിരുന്നു ആ റിപ്പോർട്ട്. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചുവെന്ന് മാത്രമല്ല, എങ്ങനെയാണ് മരിച്ചത് എന്ന് ഓരോ നിമിഷവും വിവരിച്ച് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നാസി ജർമ്മനിയുടെയും ഫാസിസ്റ്റ് ഇറ്റലിയുടെയും നയങ്ങളിൽ ആകൃഷ്ടനായ സുഭാഷ് ചന്ദ്രബോസ് സഞ്ചരിച്ച വഴികളാണ് റിപ്പോർട്ടിലുള്ളത്. 1941 ജനുവരി 16 കൊൽക്കത്തയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ, സോവിയറ്റ് യൂണിയൻ വഴി ജർമ്മനിയിലേക്കാണ് സുഭാഷ് ചന്ദ്രബോസ് പോയത്. ജർമ്മനിയിലെ ഇന്ത്യൻ ബ്യൂറോയിൽ ബോസ് ആസാദ് ഹിന്ദ് റേഡിയോയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തനം തുടങ്ങിയത്. ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെന്റർ തുടങ്ങിയ ബോസ് 4500 സൈനികരെയും റിക്രൂട്ട് ചെയ്തു. അഡോൾഫ് ഹിറ്റ്ലറെയും സുഭാഷ് ചന്ദ്രബോസിനെയും നേതാക്കളായി വാഴ്ത്തിയായിരുന്നു സൈന്യത്തിന്റെ പ്രതിജ്ഞ. അഡോൾഫ് ഹിറ്റ്ലറെയൊക്കെ നേരിട്ട് കണ്ടെങ്കിലും പ്രതീക്ഷിച്ച പ്രതികരണം ലഭിച്ചില്ല. ഇന്ത്യയുടെ മോചനത്തിനായി ജർമ്മനിയുടെ സഹകരണമാണ് ബോസ് തേടിയത്. എന്നാൽ ബോസിനൊപ്പമുള്ള സൈനികരെ ഉപയോഗിക്കാനുള്ള വഴികൾ മാത്രമാണ് ഹിറ്റ്ലർ തേടിയത്. ഇതോടെ നിരാശനായ ബോസ് ജർമ്മനി ഉപേക്ഷിച്ച് ജപ്പാനിലേക്ക് പോയി. നാസിസത്തെയും ഫാസിസത്തെയും ജപ്പാന്റെ രാജഭരണത്തെയും അംഗീകരിച്ചെങ്കിലും സുഭാഷ് ചന്ദ്രബോസിന്റെ മനസ്സിലെ ഇന്ത്യ അതൊന്നുമായിരുന്നില്ല. 1944 ജൂലൈ 6 സിംഗപ്പൂരിൽ നിന്ന് ആസാദ് ഹിന്ദ് റേഡിയോ വഴിയുള്ള പ്രസംഗത്തിലാണ് ബോസ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്. ഹിറ്റ്ലർ കൂടിക്കാഴ്ച നിരാശയിൽ കലാശിച്ചതോടെ ബോസിന്റെ ചിന്താഗതികളിലും മാറ്റം വന്നിരുന്നു. ജപ്പാനുമായി സഹകരിച്ചാണ് നിന്നതെങ്കിലും നാസി വഴികൾ ഇന്ത്യക്ക് യോജിക്കില്ല എന്നും ബോസ് കണ്ടെത്തുന്നത് ഈ കുറഞ്ഞ കാലയളവിലാണ്. മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു മുൻപ് തന്നെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. വഴി രണ്ടായിരുന്നെങ്കിലും ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ തന്നെയായിരുന്നു ബോസിന്റെ മനസ്സിലും. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ബോസ് വിചാരിച്ച അന്ത്യമല്ല ഉണ്ടായത്. ജപ്പാൻ സഖ്യശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. ജപ്പാൻ കീഴടങ്ങിയാൽ അവിടെ വെച്ച് പിടിക്കപ്പെടുന്ന ആദ്യത്തെ ആളായി ബോസ് മാറും. ഇന്ത്യയിൽ വെച്ച് തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ശത്രുവായിരുന്ന ബോസിന് ജപ്പാനിൽ നീതി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. ജപ്പാൻ കീഴടങ്ങുകയാണെന്ന് ഔദ്യോഗികമായി തന്നെ 1945 ഓഗസ്റ്റ് 12 സിംഗപ്പൂരിലുള്ള സുഭാഷ് ചന്ദ്രബോസിനെ അറിയിച്ചു. കീഴടങ്ങുന്നതിന് ഏതാനും ദിവസം മുൻപ് തന്നെ വിവരം ലഭിച്ചതോടെ ബോസ് സഹപ്രവർത്തകരുമായി കൂടിയാലോചനകൾ തുടങ്ങി. ഈ വിവരം മുതൽ കൃത്യമായ സമയഗണന രേഖപ്പെടുത്തിയാണ് ഖോസ്ലെ റിപ്പോർട്ട് സംഭവങ്ങൾ വിവരിക്കുന്നത്. ബോസിനി സിംഗപ്പൂരിൽ തുടരുന്നത് അപകടമാണെന്ന് യോഗം ഒറ്റക്കെട്ടായി വിലയിരുത്തി. റഷ്യയിലെത്തി അഭയം തേടണം എന്നായിരുന്നു നിർദ്ദേശം. ജർമ്മനിയുമായും ഇറ്റലിയുമായും സഖ്യത്തിന് ശ്രമിച്ചതാണെങ്കിലും സ്റ്റാലിന്റെ റഷ്യ അനുകൂലമായി തീരുമാനിക്കുമെന്ന ഉറപ്പ് ബോസിനുണ്ടായിരുന്നു. പിന്നീടുള്ള വിലയിരുത്തലുകളെല്ലാം സ്റ്റാലിനെ പ്രതിയാക്കിയാണെങ്കിലും ബോസ് റഷ്യയെ വിശ്വസിച്ചു എന്നാണ് സഹപ്രവർത്തകരുടെ മൊഴി. അങ്ങനെ ഓഗസ്റ്റ് 16 കേണൽ ഹബീബുർ റഹ്മാനും മറ്റ് സഹപ്രവർത്തകർക്കുമൊപ്പം ബോസ് സിംഗപ്പൂർ വിട്ടു. ബാങ്കോക്കിലാണ് സംഘം എത്തിച്ചേർന്നത്. വൈകിട്ട് ബാങ്കോക്കിൽ ഇറങ്ങിയ ശേഷം അന്നു രാത്രി അവിടെ താമസിച്ചു. ഓഗസ്റ്റ് 17 പുലർച്ചെ സംഘം 2 വിമാനങ്ങളിലായി സായ്ഗോൺ എന്ന ഹോച്ചിമിൻ സിറ്റി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. പ്രത്യേകമായി ബോസിനും സംഘത്തിനുമായി നൽകിയതായിരുന്നു വിമാനങ്ങൾ. പറന്നുയർന്ന 2 വിമാനങ്ങളിൽ ഒന്നിന് പകുതി വഴിയിൽ വെച്ച് തിരികെ പറക്കേണ്ടി വന്നു.
അതിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന വിമാനം ലക്ഷ്യത്തിലേക്ക് പറന്നെങ്കിലും ബോസും സംഘവും തിരികെ എത്തി. പിന്നീട് യാത്രയ്ക്കുള്ള അവസരം ജപ്പാനീസ് ബോംബർ വിമാനമായിരുന്നു. അതിൽ 2 സീറ്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ജപ്പാൻ അറിയിച്ചു. കടുത്ത നിരാശയിലായ ബോസിനെയും ഹബീബുർ റഹ്മാനെയും സഹപ്രവർത്തകർ ആ ബോംബറിൽ നിർബന്ധിച്ചു കയറ്റി. ശേഷിക്കുന്നവർ ഏറ്റവും അടുത്ത നിമിഷം പറ്റാവുന്ന മാർഗം ഉപയോഗിക്കണമെന്നായിരുന്നു തീരുമാനം. ഓഗസ്റ്റ് 17-ന് വിമാനം ഫ്രാൻസിന്റെ അധീനതയിലുള്ള ടൗറൈൻ വിമാനത്താവളത്തിലെത്തി. അന്നു രാത്രി ടൗറൈനിൽ കഴിഞ്ഞു. ഓഗസ്റ്റ് 18-ന് പുലർച്ചെ ടൗറൈനിൽ നിന്ന് വിമാനം വീണ്ടും പുറപ്പെട്ടു. ഉച്ച കഴിഞ്ഞതോടെ തായ്പേയിൽ എത്തി. ഉച്ചയ്ക്ക് 2:35-ന് അവിടെ നിന്ന് പറന്നുയർന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും എഞ്ചിനുകളിൽ ഒന്നിന് തീപിടിച്ചു. വിമാനം തായ്ഹോയ്ക്കു എയർഫീൽഡിന് സമീപം തകർന്നു വീണു. വിമാനം 2 കഷണങ്ങളായി. രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ 2 ഭാഗവും നിന്നു കത്തുകയായിരുന്നു. പൈലറ്റ് കോക്പിറ്റിന് ഉള്ളിലിരുന്ന് തന്നെ മരിച്ചു. സപ്പോർട്ടിംഗ് സ്റ്റാഫും യാത്രക്കാരും പുറത്തു വന്നു. എല്ലാവർക്കും പൊള്ളലേറ്റിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന് 3rd ഡിഗ്രി ബേൺ എന്നാണ് ആശുപത്രി രേഖകൾ. പുറമെ ഒറ്റ നോട്ടത്തിന് അറിയില്ലെങ്കിലും ഉള്ളിൽ പൊള്ളൽ ബാധിക്കുന്ന സ്ഥിതിക്കാണ് 3rd ഡിഗ്രി ബേൺ എന്ന് പറയുന്നത്. വിമാനം തകർന്നു വീണതിനോട് ചേർന്നുള്ള മിലിറ്ററി ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചു. ഡോക്ടർ തനയോഷ്കി യോഷിമിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ പരിശോധിച്ചത്. ഒരു കമ്പിളി കൊണ്ട് പുതപ്പിച്ച നിലയിലാണ് ബോസിന്റെ ശരീരം എത്തിയത് എന്ന് ഡോക്ടർ രേഖകളിൽ കുറിച്ചു. നെഞ്ചിൽ വരെ ഗുരുതരമായി പൊള്ളലേറ്റ ബോസ് നിമിഷങ്ങൾ കൊണ്ട് അബോധാവസ്ഥയിലായി. പിന്നെ ഒരിക്കലും കണ്ണു തുറന്നില്ല. അപകടം ഉണ്ടായി 6 മണിക്കൂർ കഴിഞ്ഞ് രാത്രി 9 മണിക്കും 10 മണിക്കും ഇടയിൽ അന്തരിച്ചുവെന്നാണ് ആശുപത്രി രേഖകൾ. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിനെ ആരാധിക്കുന്നത് തെറ്റല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നതും ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം. എന്നാൽ പാർലമെന്റിൽ സമർപ്പിച്ച ഒരു രേഖ അനുസരിച്ച് ഡോക്ടർ ബോസ് മരിച്ചുവെന്ന് വിശ്വസിക്കാനും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടാകണം. അങ്ങനെ മരിച്ചു എന്ന് പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ പോയാൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഭരണഘടന കൊണ്ട് പിന്നെ എന്താണ് കാര്യം? ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് നമ്മളെപ്പോലെ ജനനവും മരണവുമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം 1945 ഓഗസ്റ്റ് 18-ന് വിടവാങ്ങി. ഇതാണ് ലോക്സഭയുടെ മേശപ്പുറത്തുള്ള ഖോസ്ലെ റിപ്പോർട്ട് പറയുന്നത്. സത്യം പറയട്ടെ, ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.